ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपाद सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത അധ്യായം 11 നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 9. വിശ്വരൂപം കാണിക്കുന്നതാണ് ഈ ഒരു അധ്യായത്തിൽ ഭഗവാൻ അല്ലേ നമ്മൾ കാണുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സഞ്ജയൻ ധൃതരാഷ്ട്രോട് വിവരിക്കുന്ന ഒരു സാഹചര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇവിടെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. തുടക്കത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്രം തമ്മിലുള്ള കോൺവെർസേഷൻ. ഇവിടെ സഞ്ജയൻ വിവരിക്കുകയാണ് അർജുനൻ്റെ ആ ഒരു വീക്ഷണം. അതായത് അർജുനൻ എങ്ങനെയാണ് ഈ വിശ്വരൂപത്തെ നോക്കി കാണുന്നത് എന്നുള്ളത് സഞ്ജയൻ്റെ വിശദീകരണം. അതുകൊണ്ട് ഇനി 9ാമത്തെ ശ്ലോകം സഞ്ജയോ വാച എന്നാണ്. നോക്കാം. സഞ്ജയോ വാച ഏവം ഉക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാം ആസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഏവം ഉക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാം ആസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഏവം ഉക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാം ആസ പാർത്ഥായ പരമം രൂപമൈശ്വരം. വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഏവമുക്താ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവതേ ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച
एवमुक्त्वा ततो राजन् महायोगेश्वरो हरिः दर्शयामास पार्थाय परमं रूपमैश्वरम्. हरे कृष्ण. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 9. സഞ്ജയ ഉവാച ഏവമുക്താ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വര്യം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വര്യം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച ഏവമുക്തോ തതോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കാം. യെസ്. ഹരേ വിവർത്തനം. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല പ്രഭുപാദ് ജയ്. വിവർത്തനം. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണ ഭഗവാൻ തന്റെ ദിവ്യമായ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി. ഹരേ കൃഷ്ണ. സഞ്ജയൻ, താങ്ക് യു. സഞ്ജയൻ പറയുവാണ് ധൃതരാഷ്ട്രോട്, അല്ലെ, വിവരിക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ അർജുനൻ കണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയുവാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ടാണ് അർജുനൻ കാണുന്നത്, അല്ലെ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു ദിവ്യചക്ഷു, അതീന്ദ്രിയമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു കണ്ണ് എന്നുദ്ദേശിക്കുന്നത് അർജുനന് കാണാൻ സാധിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ ആ ദിവ്യചക്ഷു കൊടുക്കുന്നത് കൊണ്ട് ആണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അർജുനൻ കാണുന്നു. എന്നാൽ അർജുനൻ അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഞ്ജയൻ എന്ത് ചെയ്യുന്നു? സഞ്ജയൻ അത് അർജുനൻ കാണുന്നതായിട്ട് സഞ്ജയൻ മനസ്സിലാക്കി അത് വിവരിക്കുകയാണ് ചെയ്യുന്നത് ധൃതരാഷ്ട്രർക്ക്. സഞ്ജയൻ അതെങ്ങനെ സാധിച്ചു എന്നുള്ളതിനുള്ള ഉത്തരം ആർക്കറിയാം? ദിവ്യചക്ഷുസ് കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? വ്യാസദേവൻ. ഓക്കെ, വ്യാസദേവന്റെ ശിഷ്യനാണ് സഞ്ജയൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലെ. അർജുനൻ നേരിട്ട് കാണുന്നത് സഞ്ജയൻ അത് മനസ്സിലായി അവിടെ ഇല്ലാഞ്ഞിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ നേരിട്ട് കാണുന്നത് അർജുനനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അതാണ് പറയുന്നത്. മഹായോഗേശ്വര ഹരിഹി, ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു മഹായോഗേശ്വരനായിട്ട്. യോഗേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നമ്മൾ കാണുന്ന ചെറിയ ചെറിയ അനിമ ലഗിമ എന്ന് പറയുന്ന സിദ്ധികളല്ല ഭഗവാന്റെ കയ്യിലുള്ളത്. ഭഗവാൻ മഹായോഗേശ്വരനാണ്. അദ്ദേഹത്തിന് സാധിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. മറ്റുള്ള അഷ്ടാംഗ യോഗികൾക്കൊക്കെ കിട്ടുന്നത്, ഒരുപാട് പവേഴ്സ് കിട്ടുന്നത് ഈ പറയുന്ന അനിമ ലഗിമ എന്നൊക്കെ പറയുന്ന 8 അഷ്ടസിദ്ധികൾ എന്ന് പറയും. അതായത് വെയിറ്റ് കൂടുന്നു, ചിലപ്പോൾ ഭാരം കൂടുന്നു, ഭൂമിയെ പോലെ ഭാരമാവും, ഇല്ലെങ്കിൽ തൂവലിനെ പോലെ ലൈറ്റ് ആവും, വെയിറ്റ് കുറയും, അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു, പിന്നെ ഇവിടെ ഇരുന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു, വേറെ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ഈവൻ അങ്ങോട്ട് പോകാനും സാധിക്കുന്നു. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ പ്ലാനറ്റുകൾക്ക് പോലും പോകാൻ സാധിക്കും അഷ്ടസിദ്ധി ഉള്ളവർക്ക്, അങ്ങനെ ആ ഒരു സിദ്ധി കിട്ടിയിട്ടുള്ളവർക്ക്. പക്ഷെ ആ സിദ്ധികളെല്ലാം തന്നെ ഭൗതികമാണ്. അതൊന്നും ആധ്യാത്മിക തലത്തിൽ വരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ സിദ്ധികൾ ഉണ്ടെന്ന് വിചാരിച്ച് ആ വ്യക്തി വലുതാവുന്നില്ല. ശരിക്കും ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു വ്യക്തിയെ വലുതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് ഭക്തനാവുമ്പോഴാണ്. കാര്യം ഭക്തിയാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള
അല്ലെങ്കിൽ ഇന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം. ബാക്കിയുള്ളതെല്ലാം ടെമ്പററി, കുറച്ച് കാലത്തേക്ക് വരുന്നു. അത് കർമ്മത്തിന്റെ ഫലം അനുസരിച്ച് പലതും കിട്ടുന്നു പലവർക്കും. ഇതുപോലുള്ള സിദ്ധികളൊക്കെ കിട്ടുന്നത് അവരുടെ കർമ്മം അനുസരിച്ചിട്ട് കിട്ടുന്നതാണ് ശരിക്കും. അവരതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പ്രയത്നിച്ചിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ റിസൾട്ടായിട്ട് കിട്ടുന്നതാണ് അവർക്ക്. അതും ഭഗവാന്റെ മഹാകാരുണ്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള സിദ്ധികൾ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ അത് ദൈവികമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ദൈവമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കാണിച്ച് കബളിപ്പിച്ച് ഞാനൊരു ദൈവമാണെന്ന് പറഞ്ഞ് അതായത് ആള് ദൈവങ്ങളാവുന്നത് നല്ല കാര്യമല്ല. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള സിദ്ധി ഉള്ളത് കൊണ്ട് നമ്മൾ ഉള്ളവരെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് അവരെ ബഹുമാനിക്കാം തീർച്ചയായിട്ടും. ബിക്കോസ് എന്തുകൊണ്ട് ഭഗവാൻ കൊടുക്കുന്നതാണ്, സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവുകളായിരിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ബഹുമാനിക്കാം. എന്നാൽ നമ്മൾ അത് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പ്രത്യേകിച്ചും ഭഗവാന്റെ മുമ്പിൽ വിലയില്ലാത്തതാണ്. കാര്യം ഭഗവാൻ ആഗ്രഹിക്കുന്ന ഭക്തിയാണ്. ഭക്തി ഇല്ലാത്ത ഒരാൾ മനുഷ്യനെ അല്ല എന്ന് പറയുന്നു. പിന്നെ എന്ത് സിദ്ധി ഉണ്ടായിട്ടാണ് കാര്യം? ഭക്തി ഇല്ലാത്തൊരു വ്യക്തിയെ മൃഗമായിട്ട് കണക്കാക്കുമ്പോൾ ഇതേപോലെ സിദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല. അപ്പോൾ ഭഗവാനെ ഇവിടെ മഹായോഗേശ്വരനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്തും ചെയ്യാം. അദ്ദേഹത്തിന്റെ ശക്തിക്ക് ഒരു അവസാനമില്ല. അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന് ഇതേപോലുള്ളൊരു വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ അർജുനന് സാധിച്ചു. അത് സാധാരണ ഒരാൾക്ക് പറ്റുന്നതാണോ? ശീലപ്രഭുപാദ് എപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും ഞാൻ ദൈവമാണ് ഭഗവാനാണെന്ന് പറഞ്ഞു വരുമ്പോൾ ആള് ദൈവങ്ങൾ പലപ്പോഴും അങ്ങനെയൊക്കെ പറയും. അവർ പ്രസ്താവിക്കും, അതായത് ഞാൻ ദൈവമാണ്, ഞാൻ അവതാരമാണ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ഞാൻ കൽക്കിയാണ്, അല്ലെങ്കിൽ ഞാൻ ആ അവതാരമാണ്, ഈ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവര്. അപ്പൊ അവരോട് വിശ്വരൂപം കാണിക്കാൻ പറഞ്ഞാൽ മതി എന്ന് ശിലപ്രഭുപാദ് പറയും. ഗോവർദ്ധനം എടുക്കുന്ന പോലെ ഗോവർദ്ധനം എടുക്കുക. ആ ഗോവർദ്ധന പർവ്വതം ഭഗവാൻ കൃഷ്ണൻ എങ്ങനെ എടുത്തു കുട്ടിയായിരുന്ന സമയത്ത്? അതിന് സാധിക്കുമെന്ന് ചോദിക്കാം. അതേപോലെ വിശ്വരൂപം കാണിച്ചു തരുമെന്ന് ചോദിക്കാം. അവർക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും സാധിക്കുമോ? അതാർക്കും സാധിക്കാൻ പോകുന്നില്ല. ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ്. സോ ഇവിടെ ഇനി നോക്കാം. 10, 11 ഒരുമിച്ചാണ്. അനേകവക്ത്രം നയനം അനേകാദ്ഭുത ദർശനം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം മാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. യെസ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേകവക്ത്രനയന അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം മാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവമനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേകവക്ത്ര നയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനേകവക്ത്രനയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അനേകവക്ത്രനയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭുജി. അനേകവക്ത്ര നയന അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാലാംബരം ധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ. പ്രഭുജി. അനേകവക്ത്ര നയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവമനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി. അനേകവക്ത്ര നയന അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനേകവക്ത്ര നയന അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. ഓം നമോ ഭഗവതി വാസുദേവായ. അനേകവക്ത്ര നയന അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യായുധം ദിവ്യമാലാംബരന്ധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേക ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. ഭാവാർത്ഥം. ഈ ശ്ലോകങ്ങളിൽ അനേകം എന്ന് പലതവണ പ്രയോഗിച്ചിട്ടുള്ളത് അർജുനൻ കണ്ട കൈകൾ, കണ്ണുകൾ, മുഖങ്ങൾ, പാദങ്ങൾ മുതലായവയ്ക്ക് എണ്ണമില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രപഞ്ചത്തിലെങ്ങുമായി ചിതറിക്കിടക്കുകയാണ് ഈ ആവിഷ്കാരങ്ങൾ. പക്ഷേ കൃഷ്ണന്റെ കാരുണ്യത്താൽ ഒരിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ അതെല്ലാം ഒരേ സമയം കാണാൻ അർജുനന് സാധിച്ചു. കൃഷ്ണന്റെ മഹാപ്രഭാവമാണ് ഇതിന് കാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ എന്താണ് കാണുന്നത്? അനേക വക്ത്ര നയനം അനേകാത്ഭുത ദർശനം. ഒരുപാട് കാര്യങ്ങൾ കാണുവാണ് അർജുനൻ. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഒരുപാട് മുഖം, ഫേസ്, ഒരുപാട് കണ്ണുകൾ, പിന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ കാണുന്നു. ഒരുപാട് ആയുധങ്ങൾ കാണുന്നു. അതേപോലെ തന്നെ ദിവ്യമായിട്ടുള്ള മാലകൾ അല്ലെങ്കിൽ ഗാർലൻഡ് മാലകൾ കാണുന്നു. അതേപോലെ അതിമനോഹരമായിട്ടുള്ള വസ്ത്രം, ഒരുപാട് ആഭരണങ്ങൾ, പിന്നെ അതേപോലെ സുഗന്ധം, ഒരുപാട് ദിവ്യമായിട്ടുള്ള സുഗന്ധവും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുനൻ. അപ്പോൾ ഈ ഒരു രൂപത്തെ പറയുന്നു, അതായത് അത്ഭുതകരമായിട്ടുള്ളൊരു രൂപം. കാര്യം ഇത് ആരും കാണാത്ത തരത്തിലുള്ളൊരു രൂപമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വം മുഴുവനും, ലോകം മുഴുവനും ഭഗവാന്റെ ശരീരത്തിൽ കാണുന്ന അവസ്ഥ. അതായത് അങ്ങനെയുള്ളൊരു രൂപമാണ്. പക്ഷേ നമുക്കത് ചിന്തിക്കുമ്പോൾ തന്നെ, ആലോചിക്കുമ്പോൾ പേടിയാവുന്ന പോലെ തോന്നും, അല്ലെ? എന്നാൽ ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റാണ്. ഈ വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലുപ്പവും ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു പക്ഷേ അതത്ര കണ്ണുകൾക്കും മനസ്സിനും അത്ര ഒരു സൂതിങ് ആയിരിക്കില്ല, അല്ലെ? ഇപ്പം അതാണ് പറയുന്നത്. പിന്നെ വിശ്വതോ മുഖം, എല്ലായിടത്തും മുഖം, അതായത് ഫേസ് അല്ലെങ്കിൽ മുഖം എല്ലായിടത്തും എല്ലാ ഡയറക്ഷനിലും കാണുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയും തലകളും ഇത്രയും മുഖമൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമുക്കത് ആ
ഫോം, ആ ഒരു രൂപത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. എളുപ്പമല്ല. അതാണ് പറയുന്നത്. ശീലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അനേക 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 എന്ന് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അല്ലേ. അത് നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എണ്ണമില്ലാത്തത്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എണ്ണമാണ്. അതുകൊണ്ടാണ് അനേകം എന്ന് പറയുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണാൻ സാധിക്കില്ല, അത്രയ്ക്ക് അധികമുണ്ട്. അതുകൊണ്ടാണ് അനേക എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം, പല സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളും ദിവ്യ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ദിവ്യമായിട്ടുള്ള മാല, ദിവ്യമായിട്ടുള്ള ഗന്ധം അല്ലേ. അങ്ങനെ ഓരോന്നും ദിവ്യം ദിവ്യം എന്ന് പറയുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാണ്? അത് ഭഗവാനിലാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദിവ്യമായിരിക്കും, അതീന്ദ്രിയമായിരിക്കും. അതാണ് പറയുന്നത്. വേറൊരു കാര്യം കൂടെ ശിലപ്രഭാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അർജുനന് ഇത് കാണാൻ സാധിക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ മഹാകാരുണ്യം കൊണ്ടാണ്. അർജുനൻ എവിടെയാണ് ഇരിക്കുന്നത്? അർജുനനും കൃഷ്ണനും യുദ്ധകളത്തിൽ നിൽക്കുന്നു. കൃഷ്ണൻ തേരോടിക്കുന്ന ആളാണ്, അർജുനൻ ഉണ്ട് തേരിൽ. അവർ രണ്ടുപേരും ആക്ച്വലി ഇരിക്കുന്നത് തേരിലാണ് അല്ലേ. രഥത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. രഥത്തിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുന്നതും ഭഗവാനൊപ്പം വിശ്വരൂപം കാണിക്കുന്നതൊക്കെ. എന്നാൽ ഈ ഒരു കാഴ്ച ആർക്കൊക്കെ കാണാൻ സാധിച്ചു? വേറെ ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ആചാര്യന്മാരെ പറയുന്നു ആരും അവിടെ കണ്ടിട്ടില്ല, അർജുനൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാര്യം അർജുനന് മാത്രം സ്പെഷ്യലായിട്ട് ദിവ്യ ചക്ഷു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ അല്ലെ. അങ്ങനെ കൊടുത്തിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സഞ്ജയൻ കാണുന്നതിന്റെ കാര്യം നമുക്ക് അറിയാം. അത് വ്യാസദേവന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം കാണുന്നു എന്നുള്ളത്. അല്ലാതെ യുദ്ധകളത്തില് ആരും കാണുന്നില്ല ഈ വിശ്വരൂപം, അർജുനൻ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അടുത്ത ശ്ലോകം 12. ദിവി സൂര്യ സഹസ്രസ്യ ഭവത് യുഗപത് ഉത്ഥിത യദി ഭാ സദൃശി സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപത് ഉത്ഥിത യദി ഭാ സദൃശി സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത സദൃശേ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദി സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാജനഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദ് ഉത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാവസ്തസ്യ മഹാത്മനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.
दिवि सूर्यसहस्रस्य भवेत् युगपदुदिता यदि वा सदृशी सा स्यात् भासस्तस्य महात्मनः। ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ആയിരം ആയിരം സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാരൂപം. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദർ. വിവരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അർജുനൻ കണ്ട ആ ദൃശ്യം. ധൃതരാഷ്ട്ര രാജാവിന് അതിന്റെ മാനസിക ചിത്രീകരണം നൽകാൻ യത്നിക്കുകയാണ് സഞ്ജയൻ. സഞ്ജയനോ ധൃതരാഷ്ട്രനോ ആ സമയത്ത് രണാങ്കണത്തിലായിരുന്നില്ല. എങ്കിലും അവിടെ നടക്കുന്നതെല്ലാം വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് സഞ്ജയനെ കാണാൻ കഴിഞ്ഞു. ഊഹിക്കാവുന്ന ഒരു പ്രതിഭാസത്തോട് ആയിരം ആയിരം സൂര്യന്മാരുടെ ഒരുമിച്ചുള്ള ഉദയത്തോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം അക്കാര്യം നിർവഹിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ അനേക സൂര്യ, അതായത് ദിവ്യ സൂര്യ സഹസ്രസ്യ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് സൂര്യന്റെ തേജസ് എങ്ങനെയായിരിക്കും, സൂര്യൻ ഒരുമിച്ച് ഉദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു പ്രകാശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു വെളിച്ചം, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥ ശീല പ്രഭുപാദി പറയുന്നു, സഞ്ജയനും ധൃതരാഷ്ട്രവും അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം വ്യാസദേവന്റെ കാരുണ്യം കൊണ്ട് സഞ്ജയന് ഇത് കാണാൻ സാധിക്കുന്നു. എന്നാലും ഒരു കമ്പാരിസൺ ചെയ്യുകയാണെന്നാണ് പറയുന്നത് അദ്ദേഹം. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിട്ടുന്ന പിക്ചർ അനുസരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അനേക സഹസ്ര അല്ലെങ്കിൽ ആയിരക്കണക്കിന് സൂര്യൻ ഉദിച്ച പോലുള്ള തേജസ്സാണ് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് സിറ്റുവേഷനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വ്യാസദേവൻ എങ്ങനെയാണോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് അദ്ദേഹം അത് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം. തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തം അനേകധാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകഥാ അപശ്യദേവ ദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകഥാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ പശ്യാദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തം അനേകധാ അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. വിശ്വാത്മകമായ ഭഗവത് രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാവിഭാഗങ്ങളും ഒരേ സമയം അർജുനന് കാണാൻ സാധിച്ചു. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. തത്ര എന്ന വാക്ക് സാരവത്താണ് ഇവിടെ.
അർജുനനും കൃഷ്ണനും തേരിലിരിക്കെയാണ് അർജുനന് വിശ്വരൂപ ദർശനം ഉണ്ടായത് എന്ന് ഈ വാക്ക് കാട്ടുന്നു. അർജുനന് മാത്രമാണ് കൃഷ്ണൻ ദിവ്യദൃഷ്ടി നൽകിയത്. യുദ്ധരംഗത്തിൽ മറ്റുള്ളവരാരും കൃഷ്ണന്റെ വിശ്വരൂപം കാണുന്നില്ല. ഭഗവാന്റെ ശരീരം അനേകായിരം ഗ്രഹവ്യൂഹങ്ങൾ ഉൾക്കൊള്ളുന്നതായി അർജുനൻ കാണുന്നു. പ്രപഞ്ചങ്ങളും ഗ്രഹവ്യൂഹങ്ങളും അസംഖ്യമുണ്ടെന്ന് വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്കറിയാം. ചിലത് മണ്ണുകൊണ്ടും ചിലത് പൊന്നുകൊണ്ടും ചിലത് രത്നങ്ങൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവയിൽ വളരെ വലിപ്പമുള്ളവയും താരതമ്യേന ചെറിയവയുമുണ്ട്. തേരിലിരുന്നു കൊണ്ട് അർജുനൻ അതെല്ലാം കണ്ടു. കൃഷ്ണാർജുനന്മാർക്കിടയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ മറ്റാരും അറിഞ്ഞതുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സോ ഇവിടെ പറയുന്നു, അർജുനൻ ആ വിശ്വരൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. കാണുന്ന സമയത്ത് എങ്ങനെയാണ്, അതായത് ഈ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മാണ്ടം മുഴുവനും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ബ്രഹ്മാണ്ടം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ശരീരത്തിൽ. അങ്ങനെയുള്ളൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുനൻ. ശ്രീല പ്രഭുപാദി പറയുന്നു, ഇവിടെ തത്ര എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അതിന് പ്രസക്തി ഉണ്ടെന്ന് പറയുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നടക്കുന്നത് എവിടെ വെച്ചാണ്? രഥത്തിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇതിനു വേണ്ടി അവർ വേറെ എവിടെയും പോയിട്ടില്ല. സ്പെഷ്യലായിട്ട് മാറി നിന്ന് ചെയ്യുന്ന കാര്യമല്ല. രഥത്തിൽ ഇരിക്കുകയാണ് രണ്ടുപേരും, അർജുനനും കൃഷ്ണനും. അവിടെ ഇരിക്കുമ്പോഴാണ് അവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ വേറെ ആർക്കും കാണാൻ സാധിക്കുന്നില്ല, അർജുനൻ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അപ്പോൾ അർജുനൻ കാണുന്ന കാഴ്ചയിൽ ഈ പറയുന്ന ഈ ബ്രഹ്മാണ്ടത്തിൽ അനേക കോടി പ്ലാനറ്റ്സ് ഉണ്ട്, അനേക കോടി ഗ്രഹങ്ങളുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിനകത്ത്. നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തേക്ക് മാത്രം തൽക്കാലം ആലോചിക്കുക. എന്നാൽ ഇതെല്ലാം അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഉള്ള കാഴ്ച എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ചിന്തിക്കാൻ പോലും സാധിക്കില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒരു ബ്രഹ്മാണ്ടത്തിന്റെ വലിപ്പം തന്നെ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ, നമ്മുടെ ചിന്തയിൽ ഭാവനയിൽ വരുന്നൊരു കാര്യമല്ല. ഇവിടെ അർജുനൻ അങ്ങനെയാണ് കാണുന്നത്. കാര്യം ഭഗവാന്റെ ഭൗതിക ലോകം, കോസ്മിക് മാനിഫെസ്റ്റേഷൻ മുഴുവൻ കാണുക എന്ന് പറയുന്നത് ഭൗതിക ലോകം മുഴുവൻ കാണുന്ന പോലെ എന്തായിരിക്കും അവസ്ഥ? ഒന്നും ചിന്തിക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് ഇതിൽ പറയുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വായിച്ചിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് സങ്കല്പിക്കാം, അത്രയേ പറ്റുന്നുള്ളൂ. കാര്യം ശരിക്കും അത് കാണുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടവർക്കേ അറിയുള്ളൂ. അർജുനൻ അത് കണ്ടിട്ടുണ്ട്. ഇവിടെ ശ്രീല പ്രഭുപാദി പറയുന്നു, ചില ഗ്രഹങ്ങളൊക്കെ അതായത് എർത്ത് അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഭൂമി, ചിലത് സ്വർണം കൊണ്ട്, ചിലത് രത്നം കൊണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള പ്ലാനറ്റുകൾ വരെ കാണുവാണ് അർജുനൻ. അതിമനോഹരമാണോ എന്നറിയില്ല, അത്ഭുതമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ അർജുനൻ അത് എങ്ങനെ ഉൾക്കൊണ്ടു എന്നറിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാഴ്ച അതോടുകൂടി നമ്മുടെ കാറ്റ് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം പേടിച്ചിട്ട് ഈ ഒരു രൂപം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ബാക്കി ഉണ്ടാവില്ല. അർജുനൻ അത് സാധിച്ചു ഇത് ഉൾക്കൊള്ളാൻ. കാര്യം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ കാഴ്ച, ആ ദിവ്യ ചക്ഷു കൊടുത്തത് കൊണ്ട്. ഓക്കെ, അതായത് ഒരുപാട് മുഖങ്ങളും ഒരുപാട് തലകളും ഒക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ? നമ്മുടെ ഈ ഒരു നമുക്ക് ഇപ്പോഴുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഹാർട്ട് അറ്റാക്ക് വരും. ഇല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണാനും ഉൾക്കൊള്ളാനും സാധിക്കും. എനിവേ, ഈ വിശ്വരൂപം കാണണമെന്നുള്ള ആഗ്രഹം നമുക്കാർക്കും വേണമെന്നില്ല. കാര്യം വിശ്വരൂപം താൽക്കാലിക രൂപമാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ഇത് ടെമ്പററി മാനിഫെസ്റ്റേഷൻ ആണ്. അർജുനന്റെ ആഗ്രഹം അനുസരിച്ച് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന ഒരു രൂപമാണ്. ആധ്യാത്മിക ലോകത്തില്, ഗോലോക വൃന്ദാവനത്തിലും വൈകുണ്ഠത്തിലും ഈ രൂപവും ഇല്ല. ഇത് ഇവിടുത്തെ ഭൗതിക ലോകത്തിലെ മാനിഫെസ്റ്റേഷൻ ആണ് കാണിക്കുന്നത്. സോ അത് അവിടെ അങ്ങനെ ഒരു രൂപമില്ല അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു രൂപം കാണണമെന്നുള്ള ആഗ്രഹം ഇല്ലെങ്കിലും സാരമില്ല. നമുക്ക് ആ രൂപം കണ്ടാൽ മതി. ഏത് രൂപം? ശ്യാമസുന്ദരന്റെ ത്രിഭംഗ
ലളിത ശ്യാമസുന്ദരൻ്റെ സുന്ദരമായിട്ടുള്ള രൂപം കാണാൻ ആഗ്രഹിക്കാം. അതാണ് ആഗ്രഹിക്കേണ്ടത്. ഓക്കെ, അടുത്ത ശ്ലോകം. തതഃ സ വിസ്മയസ് തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടാ രോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിർ അഭാഷത. തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ട രോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിർ അപാശത. ഓക്കെ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥാ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തദാ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമോ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തഥാ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തദാ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. പ്രഭുജി. ഹരേ കൃഷ്ണ. തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. Yes. ഞാൻ വായിച്ചോട്ടെ. വായിക്കൂ. തതഃ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. വിവർത്തനം. പിന്നെ അർജുനൻ പരിഭ്രാന്തനായി വിസ്മയാധീനനായി രോമാഞ്ചം പൂണ്ട് കൃഷ്ണന്റെ മുന്നിൽ ശിരസ് കുനിച്ച് തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഭാവാർത്ഥം. ശ്രീല പ്രഭാത് കി ജയ്. ദിവ്യ ദർശനം ഉണ്ടായപ്പോൾ തന്നെ അർജുനന് കൃഷ്ണനോടുള്ള ബന്ധത്തിൽ വലിയൊരു മാറ്റം വന്നു. മുമ്പ് അവർക്ക് തമ്മിൽ സുഹൃത് ഭാവനയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ അർജുനൻ കൃഷ്ണന് മുന്നിൽ ആദരപൂർവം തലകുനിക്കുകയും കൈകൂപ്പി വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്വസ്വരൂപിയെ വാഴ്ത്തുകയാണ് അദ്ദേഹം. ഈ ബന്ധം സൗഹൃദത്തിൻ്റെതല്ല, ആദരങ്ങളുടേതാണ്. സകല ബന്ധുക്കളുടെയും ഉറവിടമായാണ് കൃഷ്ണനെ ഭക്തന്മാർ കാണുന്നത്. ശാസ്ത്രങ്ങളിൽ 12 വിധം മൗലിക ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. കൃഷ്ണനിൽ അവ എല്ലാമുണ്ട്. ജീവാത്മാക്കൾക്ക് തമ്മിലോ ദേവന്മാർക്ക് തമ്മിലോ ഭഗവാനും ഭക്തന്മാർക്കും തമ്മിലോ ഉണ്ടാകാവുന്ന എല്ലാവിധ ബന്ധങ്ങളുടെയും സാഗരമാണ് കൃഷ്ണൻ. ഇവിടെ അർജുനൻ ആശ്ചര്യത്തിൻ്റെതായ ബന്ധത്താൽ പ്രചോദിതനാണ്. ആ മഹാത്ഭുത ദർശനത്താൽ പ്രകൃത്യ നിയന്ത്രിതാത്മാവും ശാന്തനുമായ അദ്ദേഹം വികാരാധീതനായി രോമാഞ്ചം പൂണ്ട് കൈകൂപ്പി ഭഗവാനെ പ്രണമിക്കുന്നു. അർജുനന് ഭയമുണ്ടായില്ല. ഭഗവത് വിഭൂതികൾ കണ്ട് ആശ്ചര്യമാണ് ആദ്യമുണ്ടായത്. സ്വാഭാവികമായ സൗഹൃദ ബന്ധത്തെ കീഴ്പ്പെടുത്തിയതിന്റെ പ്രതികരണമാണ് ഈ പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ അർജുനന്റെ അവസ്ഥ, വിശ്വരൂപം കണ്ടതിന് ശേഷം അർജുനന് എന്താ സംഭവിക്കുന്നത്? അർജുനന് ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള രൂപമാണ്
അർജുനന്റെ ശരീരത്തിലെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. കാര്യം ഇങ്ങനെയുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ സംഭവിച്ചതാണ്. അത്ഭുതകരമായിട്ടുള്ള രൂപം. ഒരിക്കലും അർജുനൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു രൂപം. അതുകൊണ്ട് ഇത് കണ്ട മാത്രമേ അർജുനൻ എന്താണ് ചെയ്തത്? അദ്ദേഹം അവിടെ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. 2 കൈകളും കൂപ്പി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ മുമ്പിൽ. പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി നിൽക്കുവാണ്, നമസ്കരിച്ചുകൊണ്ട് ഈ രൂപത്തെ കണ്ട്, ഈ രൂപം കണ്ടിട്ട്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അത്രയും നേരം അർജുനനും കൃഷ്ണനും തമ്മിലുള്ള റിലേഷൻ ഒരു സൗഹൃദ ബന്ധമായിരുന്നു. എന്നാൽ ഈ വിശ്വരൂപം കണ്ടതിന് ശേഷം അർജുനന്റെ ആ ഒരു മനോഭാവം മാറി. അല്ലെങ്കിൽ അർജുനന് മനസ്സിലായി ഇത് പരമജീവത്വം പുരുഷനാണെന്നുള്ളത്. ഇതിനു മുമ്പും അർജുനൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായി എന്നുള്ളത്. പക്ഷെ അത് നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുനന്റെ ആ ഒരു ബഹുമാനം കൂടി അദ്ദേഹം 2 കൈകളും കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ മുമ്പിൽ, ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതാണ്. അപ്പോൾ അർജുനന്റെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ ഇരിക്കുന്ന അവസ്ഥയിലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രൂപം കണ്ടപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു രൂപം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീല പ്രഭുപാദി പറയുന്നു, നമുക്ക് ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യം ഭഗവാനുമായിട്ട് 12 തരത്തിലുള്ള റിലേഷൻസ്, 12 തരത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഭാവം നമുക്ക് ഉണ്ടാവാം. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് അതിലെ അതായത് മുഖ്യമായിട്ടുള്ളത് പ്രൈമറി രസ, മുഖ്യരസ, ഗൗണരസ. ഗൗണ എന്ന് പറയുന്നത് സെക്കൻഡറി. പ്രൈമറിയാണ് ഏത്? ശാന്തരസം, സഖ്യം, ശാന്തരസം, ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം. ബാക്കി പിന്നെ ഗൗണരസങ്ങളുണ്ട്. അതായത് ഭീഭത്സം, അതേപോലെ രൗദ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹാസ്യം, കരുണം എന്നൊക്കെ പറയുന്ന ഇതൊക്കെ സെക്കൻഡറി ഗൗണ രസങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് 5ഉം 7ഉം 12 റിലേഷൻഷിപ്സ് ഉണ്ടാവാം ഒരു പക്ഷേ. പിന്നെ ഇതിന്റെ കോമ്പിനേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ ഭീഷ്മദേവന്റെ കാര്യം നോക്കുമ്പോൾ, ഭീഷ്മദേവൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ദാസ്യരസത്തിലുള്ള വ്യക്തിയാണ്. ആക്ച്വലി ഭഗവാനുമായിട്ടുള്ള റിലേഷൻ ദാസ്യമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ദാസനായിട്ടുള്ള ഒരു ഭാവമാണ് ഭീഷ്മദേവനുള്ളത്. എന്നാൽ കൂട്ടത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷിവൽറി അല്ലെങ്കിൽ ആ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രൗദ്ര ഭാവം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. കാര്യം അത് അങ്ങനെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ആ റിലേഷൻ അങ്ങനെയായിരുന്നു അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബേസിക്കലി എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭഗവാനുമായിട്ടുള്ള എല്ലാ റിലേഷനും എങ്ങനെയാണ്? എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഭഗവാനോട് നമ്മൾ അങ്ങോട്ട്, അതേപോലെ തിരിച്ചും ഭഗവാനെ നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതും ആ രീതിയിൽ. അങ്ങനെ ഇവിടെ അർജുനൻ സഖ്യരസത്തിലുള്ള വ്യക്തിയാണ്. എന്നാൽ ഇവിടെ അത്ഭുതം എന്ന് പറയുന്ന ആ ഒരു ഭാവം കൂടെ കടന്നു വരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. കാര്യം ഇതേപോലുള്ള രൂപം ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥ. ശ്രീല പ്രഭുപാദി ഒരു കാര്യം കൂടെ പറഞ്ഞു, അർജുനൻ തീർച്ചയായിട്ടും ഇത് കണ്ട് പേടിച്ചിട്ടില്ല, പക്ഷെ അത്ഭുതമാവുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്. ഇങ്ങനെ ഈ ഒരു രൂപത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി, പക്ഷെ പേടി ഉണ്ടായിരുന്നില്ല. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് പേടിയാവുന്നു. കാര്യം നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകളാണ്. നമുക്കിതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല, തീർച്ചയായിട്ടും സാധിക്കില്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കിതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. അർജുനന്റെ അവസ്ഥ, അർജുനൻ പേടിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് അത്ഭുതം തോന്നി ഇതെല്ലാം കണ്ട്. അതാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ബഹുമാനവും അത്ഭുതകരമായിട്ടുള്ള രൂപം കാണുമ്പോൾ അദ്ദേഹം ആകെ വണ്ടറായി എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, വണ്ടറായി ആയിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായി. അതുകൊണ്ട് അദ്ദേഹം നമസ്കരിച്ചു, ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. അതാണ്. ഓക്കെ, അടുത്ത ശ്ലോകം. അർജുനോവാച
പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷിംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. അർജുന ഉവാച പശ്യാമി ദേവാംസ്തദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. ഹരേഷ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരംഗാംശ്ച ദിവ്യാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാം സദാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. കൃഷ്ണ. അർജുന ഉവാച പശ്യാമി ദേവസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരാഗാംശ്ച ദിവ്യാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. ഭാവാർത്ഥം. പ്രപഞ്ചത്തിലുള്ളതെല്ലാം അർജുനൻ കാണുകയാണ്. അതുകൊണ്ട് സൃഷ്ടിജാലത്തിൽ ആദിമനായ ബ്രഹ്മാവിനെയും പ്രപഞ്ചത്തിന്റെ അധസ്ഥലങ്ങളിൽ ഗർഭോദകശായ വിഷ്ണുവിന് മെത്തയായുള്ള ദിവ്യ സർപ്പത്തെയും ആദ്യമായി കണ്ടു എന്ന് പറയുന്നു. ഈ സർപ്പശയ്യയുടെ പേരാണ് വാസുകി. വാസുകി എന്ന പേരിൽ മറ്റു സർപ്പങ്ങളുമുണ്ട്. ഗർഭോദകശായ വിഷ്ണു മുതൽ പ്രപഞ്ച സർഗത്തിന്റെ മുകൾ നിലയിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായ കമലാകൃതിയിലുള്ള ഗ്രഹം വരെ അർജുനൻ കാണുന്നുണ്ട്. തേരിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർഗാരംഭം മുതൽ അന്ത്യം വരെ ദൃശ്യമായെന്നർത്ഥം. ഭഗവത് കരുണ കൊണ്ട് മാത്രമാണ് അർജുനന് ഇത് സാധിച്ചത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ പറയുന്നു, പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷിംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. ഭഗവാൻ കാണിച്ചു കൊടുക്കുവാണ് അർജുനന്. അർജുനൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, അർജുനൻ നമസ്കരിച്ചുകൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. അർജുനന്റെ പ്രാർത്ഥനയാണ്, ഓ കൃഷ്ണ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഓ ഭഗവാനെ,
അങ്ങയുടെ ശരീരത്തിൽ ഞാൻ ഒരുപാട് അല്ലെങ്കിൽ എല്ലാ ദേവന്മാരെയും കാണുന്നു. സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ, എല്ലാ ദേവന്മാരെയും കാണുന്നു. ബ്രഹ്മാവ്, മഹാദേവൻ, ശിവൻ, അതേപോലെ എല്ലാ ജീവജാലങ്ങളെയും കാണുന്നു അദ്ദേഹം. പിന്നെ അർജുനൻ എടുത്തു പറയുന്നു, ബ്രഹ്മാവ് ആ കമലാസനം അല്ലെങ്കിൽ താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനെ പോലും കാണുന്നു. മഹാദേവനെയും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഒരുപാട് ഋഷിവര്യന്മാരെ കാണുന്നു. അതേപോലെ ഉറഗാംസ്, ഒരുപാട് ദിവ്യമായിട്ടുള്ള ദിവ്യ സർപ്പങ്ങളുണ്ട്, അവരെയും ഒക്കെ കാണുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അങ്ങനെ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ശിലപ്രഭാജി ഭാവത്തിൽ പറയുന്നു, അർജുനൻ ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം കാണുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മാവിനെയും കാണുന്നു, ഗർഭോദകസായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്നിട്ടുള്ള താമര തണ്ടിലിരിക്കുന്ന ബ്രഹ്മാവിനെ കാണുന്നു. അതേപോലെ തന്നെ അത് മാത്രമല്ല, അത് ബ്രഹ്മലോകം, താഴോട്ടുള്ള 14 ലോകങ്ങളും കാണുകയാണ് ചെയ്യുന്നത് അർജുനൻ. അതേപോലെ തന്നെ ഗർഭോദകസായ വിഷ്ണു താഴെ ഏറ്റവും അവസാനത്തില് അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ബ്രഹ്മാവ്, അല്ലെങ്കിൽ 14 ലോകത്തിന്റെ മുകൾ ഭാഗം പറയുമ്പോൾ ബ്രഹ്മലോകം, താഴെ വരുന്ന ലോകത്തില് അവിടെയാണ് ഗർഭോദകസായ വിഷ്ണു ഇരിക്കുന്നത് അല്ലെ. ഗർഭോദകസായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്നിട്ടുള്ള ആ താമരയുടെ തണ്ടിലാണ് 14 ലോകങ്ങളും ഇരിക്കുന്നത് അല്ലെ. അങ്ങനെയാണ്. സോ അതിനും താഴെ, അപ്പൊ 14 ലോകത്തിന്റെയും താഴെയാണ് ഇരിക്കുന്നത് ഗർഭോദകസായ വിഷ്ണു. അനന്തശേഷന്റെ മുകളിൽ ഇരിക്കുന്നു. ഇവിടെ അനന്തശേഷനെ അതേപോലെ വാസുകി എന്ന് ഇവിടെ പറയുന്നു. ഉദ്ദേശിക്കുന്നത് ഭഗവാൻ അനന്തൻ തന്നെയാണ്. ഇപ്പോൾ വാസുകി എന്നുള്ള പേര് ശിലപ്രഭാത് പറഞ്ഞു വേറെ സർപ്പങ്ങളെയും വിളിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലേ. നമുക്കറിയാം വാസുകിയെ ഉപയോഗിച്ചിട്ടാണ് സമുദ്രമന്ഥനം ചെയ്യുന്നത്. അവിടെ വാസുകിനെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാസുകിനെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഭീമൻ താഴെ വരുണ ലോകത്തിലേക്ക് പോകുമ്പോൾ, അവിടെ സർപ്പലോകത്തിലേക്ക് പോകുന്ന സമയത്ത് വിഷം കൊടുത്ത് അദ്ദേഹം താഴെ പോകുന്ന സമയത്ത് അവിടെയും വാസുകിനെ കാണും. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന് ഭഗവാന്റെ ഇരിപ്പിടം, അത് അനന്തശേഷന്റെ വിസ്തരണം, അല്ലെങ്കിൽ ഇവിടെ മറ്റ് വാസുകി, നമ്മൾ കേട്ടിട്ടുള്ള വാസുകി. ഓക്കെ. ഇപ്പോൾ ദിവ്യമായിട്ടുള്ള സർപ്പങ്ങളെ ഒരുപാട് കാണുന്നു അർജുനൻ. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അർജുനൻ. ഇതെല്ലാം സംഭവിക്കുന്നത് രഥത്തിലിരുന്നു കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇതൊക്കെ കാണുന്നത്. അപ്പൊ എന്തായിരിക്കും അർജുനന്റെ അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ സാധിക്കുന്നത് ശിലപ്രഭാജി പറയുന്നു, ഇതൊക്കെ സാധിച്ചത് അർജുനന് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ കാണുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. സോ ബാക്കി ഇനി എന്താണ് അർജുനൻ കാണാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. श्रीमद् भगवद गीता की जय, जगतगुरु शिला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय. निताय गौर प्रेमानंदे. हरे कृष्ण. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. थैंक यू. हरे कृष्ण.